നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാണ് വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വാരത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ ശുക്രൻ, 7-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും, 10-ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ രാശിധിപനായ ചൊവ്വ ദുർബലമായി 9-ാം ഭാവത്തിലായിരുന്നു. അവിടെ ഭാഗ്യാധിപനായ ചന്ദ്രൻ ചൊവ്വയോടുകൂടി നിൽക്കുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് ഒരു ലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. സ്വതവേ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വ്യാഴം അഷ്ടമത്തിലാണ്. ശുക്രൻ 6-ൽ ശത്രുസ്ഥാനത്ത് വന്നു. ശ്രദ്ധിക്കണം, ഫാമിലി ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാം. കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. ഭാര്യാവതിയായ ഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ തൻ്റെ ഭാര്യ തനിക്ക് ശത്രുവായി വരുന്ന സമയമാണ്. അപ്രകാരം തന്നെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് വളരെയധികം പരിഭവങ്ങൾ വരും. ഇവിടെ തൻ്റെ ആദ്യ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. ഹന്ദേവ പ്രഥമാം പദം വൃഷഗത ചന്ദ്രാത്മജ സപ്തമേ. ചന്ദ്രാത്മജൻ ബുധൻ 7-ൽ നിന്നാൽ വൃശ്ചികൻ രാശിക്കാർക്ക് എന്താണ്? ഭാര്യയുടെ പ്രഥമാം വധുവും ഹന്തി, ആദ്യ ഭാര്യ നഷ്ടപ്പെടും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഭാര്യയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. അതിനുമപ്പുറം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ഇപ്പോൾ വൃശ്ചികൻ രാശിക്കാർക്ക് എന്താണ്? അധോമുഖ രാശിയാണ്. വാഹനാപകടം വരും. 2 വീലറിലൊക്കെ ഈ മഴക്കാലത്ത് ഭാര്യയും കൂടി സഞ്ചരിക്കാതിരിക്കുക, വാഹന അപകടത്തിൽപ്പെടുക, ഭാര്യക്കാർക്ക് പരിക്ക് വരിക, വളരെയധികം ശ്രദ്ധിക്കുക. ധാരാളം ശത്രുക്കൾ തന്നെ കർമ്മ മേഖലയിലുണ്ടാകും. ഭവയെ തുച്ഛലദ്ധിർ ക്രയ വിക്രയബി, തനിക്ക് വ്യാപാരത്തിൽ അല്പം മാത്രം കാശ് വരും. പ്രതിസ്പർദ്ധയാ നീതി നിദ്രാം കഥാചിത്, തൻ്റെ ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അതിനാൽ ശത്രുദോഷം നിർബന്ധമായി ഈ വാരം നിങ്ങൾ എന്ത് ചെയ്യണം? പരിഹാരങ്ങൾ ചെയ്യണം. വെള്ളിയാഴ്ച തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി, ശത്രുമുട്ടൊക്കെ ചെയ്ത് ഈ വാരത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങളെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വൃശ്ചിക രാശി പ്രേക്ഷകർ അകറ്റി നിർത്തണം. പക്ഷേ രാശിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വാരം ഈ വൃശ്ചികൻ രാശിക്കാർക്ക് അധിയോഗമുണ്ട്. പൂർണ്ണമായ അധിയോഗമാണ്. സൗമ്യേഹി സ്മരാരി നിധിനേഷു അധിയോഗ ഇന്തോഹോ. ചന്ദ്രാൽ 6, 7, 8-ൽ 3 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. അതിനാൽ പല ഉത്തരവാദിത്തങ്ങളും വരും. പൂർവികമായ സ്വത്ത് ലഭിക്കുക, കേസിൽ വിജയിക്കുക, ഇങ്ങനെയുള്ള ഫലമൊക്കെ വരുന്ന സമയമാണ്. പല കേസുകളിലും തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനാക്കുക, അല്ലെങ്കിൽ മധ്യസ്ഥതയിലൂടെ അതിന് പരിഹാരം കാണുക തുടങ്ങിയ ധാരാളം യോഗങ്ങൾ, അധിയോഗം പ്രദാനം ചെയ്യും വൃശ്ചികം രാശിക്കാർക്ക്. അതിനാൽ അതിനുവേണ്ടി ഉത്സാഹിക്കുക. വളരെ അനുകൂലമായി കാര്യങ്ങളൊക്കെ ഭവിക്കട്ടെ. ഇവിടെ ശത്രുദോഷം മാറിയാൽ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ വൃശ്ചികൻ രാശിക്കാർക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.